ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബീന്റെ വേർബ് ഫോംസ് ആയിട്ടുള്ള ഈസ്, ആം, ആറ്, വാസ്, വേർ ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നൊക്കെ ക്ലിയർ ആയിട്ട് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അവർ വീഡിയോ. ഈസ്, ആം, ആറ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആണ് എന്ന് പറയാനാണ്. ഇത് നമ്മൾ പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുക. ആം നമ്മൾ യൂസ് ചെയ്യുക ഐന്റെ കൂടെ മാത്രമാണ്. ഓക്കെ, ദെൻ ഹി, ഷീ, ഇറ്റിന്റെ കൂടെയാണ് നമ്മൾ ഈസ് യൂസ് ചെയ്യുക. ആൻഡ് ഓൾസോ എന്തെങ്കിലും സിംഗുലർ ആയിട്ടുള്ള കാര്യത്തിന്റെ കൂടെയൊക്കെ നമ്മൾ ഈസ് യൂസ് ചെയ്യും. ഓക്കെ, ദെൻ യു, വി, ദേ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലൂരൽ സംഭവം ഇതിൻ്റെയൊക്കെ കൂടെയാണ് നമ്മൾ ആറ് യൂസ് ചെയ്യുന്നത്. ഞാൻ സന്തോഷത്തിലാണ്. ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഐ യൂസ് ചെയ്യണം. ഓക്കെ, ഐ. ഇനി ഐന്റെ കൂടെ ഏതാ യൂസ് ചെയ്യണം പറഞ്ഞ ആം. സോ ഐ ആം ഹാപ്പി. ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. ഓക്കെ, ഐ ആം എ സ്റ്റുഡൻറ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. ഞാൻ തയ്യാറാണ്. ഐ ആം റെഡി. ദെൻ ഞാനിപ്പോൾ കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ പറയാം. ഐ ആം കോൺഫിഡൻറ്റ് നോ. ഓക്കെ, അപ്പോൾ ഐന്റെ കൂടെ നമ്മൾ ഏത് യൂസ് ചെയ്യണം? ആം യൂസ് ചെയ്യണം. ഇനി അവൻ എൻ്റെ സുഹൃത്താണ്. ഓക്കെ, അവൻ എന്ന് പറയാൻ ഹിന്റെ കൂടെ ഈസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഹി ഈസ് മൈ ഫ്രണ്ട്. അവൾ ക്ഷീണത്തിലാണ് അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുകയാണ്, അങ്ങനെയൊക്കെ പറയാൻ ഷീ ഈസ് ടയേർഡ്. അത് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അത് എന്ന് പറയാൻ ഇറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത് എൻ്റെ ഫോണാണ്. ഇത് എന്ന് പറയാൻ ദിസ്. ഓക്കെ, ദിസ് ഈസ് മൈ ഫോൺ. ക്ലാസ് രസകരമാണ് എന്നൊക്കെ പറയാൻ ദ ക്ലാസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഇവിടെ നമ്മൾ ക്ലാസ് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇസ് വന്നിട്ടുള്ളത്. അവർ എൻ്റെ സുഹൃത്തുക്കളാണ്. അവർ എന്ന് പറയാൻ ദേ. ഓക്കെ, ദേ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആൾക്കാരുണ്ട് അല്ലെ, അപ്പൊ അവിടെ പ്ലൂരൽ ആണ്. സോ നമ്മൾ ആറാണ് യൂസ് ചെയ്യുക. ദേ ആർ മൈ ഫ്രണ്ട്സ്. ഞങ്ങൾ തയ്യാറാണ്. ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ ഐ ആം റെഡി. ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയാൻ വി ആർ റെഡി. നീ വൈകി. ഓക്കെ, ഇപ്പൊ നടക്കുന്ന കാര്യം പ്രസന്റ് കാര്യമാണ്. സോ യു ആർ ലേറ്റ്. കുട്ടികൾ സന്തോഷത്തിലാണ്. കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒന്നിലധികം കുട്ടികൾ ഉണ്ടല്ലേ, സോ പ്ലൂരൽ ആണ്. നമ്മൾ ആറാണ് യൂസ് ചെയ്യേണ്ടത്. സോ ദ ചിൽഡ്രൻ ആർ ഹാപ്പി. ഈ പുസ്തകങ്ങൾ ഉപകാരപ്രദമാണ്. ദീസ് ബുക്സ് ആർ യൂസ്ഫുൾ. ഒന്നിലധികം ബുക്സ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ആറ് യൂസ് ചെയ്യുന്നത്. ദീസ് ബുക്സ് ആർ യൂസ്ഫുൾ. ഇനി നമ്മൾ വാസും വേറെ എവിടെയാണ് യൂസ് ചെയ്യുക? പാസ്റ്റ് ടെൻസിലാണ് അല്ലേ. സോ മുമ്പ് അങ്ങനെ ആയിരുന്നു. ഓക്കെ, ആയിരുന്നു എന്ന് പറയാനാണ് നമ്മൾ വാസും വേറെ യൂസ് ചെയ്യുന്നത്. സോ സിംഗുലർ ആണെങ്കിൽ നമ്മൾ വാസ്, അതായത് ഐ, ഹി, ഷീ, ഇറ്റ്. ഓക്കെ, ഇതൊക്കെയാണ്. അതായത് സിംഗുലർ ആയിട്ടുള്ള ഒരു സംഭവം വരികയാണെങ്കിൽ നമ്മൾ വാസ് യൂസ് ചെയ്യണം. വേറെ നമ്മൾ യൂസ് ചെയ്യുന്നത് യു, വി, ദേ. ഓക്കെ, ദെൻ പ്ലൂരൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇപ്പൊ രണ്ടാളുണ്ടെങ്കിൽ രാമു ആൻഡ് രേണു, അങ്ങനെയൊക്കെ രണ്ടാൾക്കാർ, അങ്ങനെയൊക്കെ പ്ലൂരൽ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ വേറെ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ക്ഷീണിച്ചിരുന്നു. പിന്നെ ആരെയാണ്? ആൻഡ് ഓൾസോ ഐ ആണ്, ഞാനാണ് വന്നിട്ടുള്ളത് അല്ലെ, സിംഗുലർ ആണ്. നമ്മൾ വാസ് യൂസ് ചെയ്യണം. ഐ വാസ് ടയേർഡ് യെസ്റ്റർഡേ. അവൾ ദേഷ്യത്തിലായിരുന്നു. അവൾ ഷീ. ഓക്കെ, ഷീ വാസ് ആംഗ്രി. ആ സിനിമ ബോറടിച്ചിരുന്നു. അങ്ങനെ പറയാൻ ദ മൂവി വാസ് ബോറിംഗ്. അത് ബുദ്ധിമുട്ടായിരുന്നു. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. അവർ സുഹൃത്തുക്കളായിരുന്നു. അവർ എന്നാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ വേറെ യൂസ് ചെയ്യണം. സോ ദേ വേർ ഫ്രണ്ട്സ്. ഞങ്ങൾ വൈകിയിരുന്നു. വി വേർ ലേറ്റ്. നീ ശരിയായിരുന്നു. യു വേർ റൈറ്റ്. ആ ദിവസങ്ങളൊക്കെ മനോഹരമായിരുന്നു. അപ്പോൾ ട്രിപ്പ് പോയ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മൾ പറയാണ് ആ ദിവസങ്ങളൊക്കെ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയാൻ ദോസ് ഡേയ്സ് were ബ്യൂട്ടിഫുൾ. അപ്പോൾ അവർ സുഹൃത്തുക്കളാണ് എന്ന് പറയാൻ ദേ ആർ ഫ്രണ്ട്സ്, പ്രസന്റിലുള്ളതാണ്. ഓക്കെ, ഇനി അവർ സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയാൻ ദേ വേർ ഫ്രണ്ട്സ്. ഇനി അവൻ ആശങ്കയിലാണ് എന്ന് പറയാൻ ഹി ഈസ് നെർവസ്. ഇനി അവൻ ആശങ്കയിലായിരുന്നു, തെളിഞ്ഞു. ഓക്കെ, ഹി വാസ് നെർവസ്. ഇനി അവൾ വീട്ടിലുണ്ട് അങ്ങനെ പറയാൻ ഷീസ് അറ്റ് ഹോം. അതായത് ഇപ്പൊ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ചോദിക്കുകയാണ് അവൾ എവിടെ ചോദിച്ചാൽ അവൾ വീട്ടിലുണ്ട്. ഓക്കെ, അങ്ങനെ പറയാൻ ഷീസ് അറ്റ് ഹോം.
ഇനി അടുത്ത ദിവസം ചോദിക്കാണ്. ഓക്കെ, അവൾ ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവള് വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയും അല്ലെ. അപ്പൊ അവൾ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയാൻ ഷി വാസ് അറ്റ് ഹോം. ഓക്കെ, അപ്പൊ ഇപ്പൊ ഉണ്ട് എന്ന് പറയാൻ ഈസും, ഉണ്ടായിരുന്നു എന്ന് പറയാൻ വാസും. അത് സിംഗുലർ ആവുമ്പോ കേട്ടോ. അത് പ്ലൂറൽ ആവുമ്പോ ഉണ്ട് എന്ന് പറയാൻ ആറും, അവരവിടെ ഉണ്ട് എന്ന് പറയാൻ ആറും, അവരവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേറുമാണ് യൂസ് ചെയ്യുക. ഇനി ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാൻ there is a problem. ഒരു പ്രശ്നം ഉണ്ട്. ഓക്കെ, ഇനി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറയാൻ there was a problem. ഇനി പല വിദ്യാർത്ഥികളും ഉണ്ട് അല്ലെങ്കിൽ കുറച്ചൊക്കെ വിദ്യാർത്ഥികൾ ഉണ്ട് എന്ന് പറയാൻ there are many students. ഓക്കെ, there are ആണ് യൂസ് ചെയ്യുക. there are many students. ഇനി അവിടെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ there were many students. ഇനി നമുക്ക് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അതായത് ഈസ്, ആം, വാസ്, വേറെ, ഇതൊക്കെ വെച്ചിട്ട് ഒരു കുട്ടി സ്റ്റോറി നോക്കിയാലോ. ഓക്കെ, ഞാൻ വിദ്യാർത്ഥിയാണ്. ഞാൻ എന്ന് പറയാൻ ഐ. അപ്പോൾ ഐ ആം എ സ്റ്റുഡൻറ്. ഇന്ന് ഞാൻ കോൺഫിഡൻ്റ് ആണ്. ടുഡേ ഐ ആം കോൺഫിഡൻറ്റ്. എൻ്റെ ടീച്ചർ ഭയങ്കര നല്ല ടീച്ചറാണ്, അല്ലെങ്കിൽ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ദയുള്ള ടീച്ചറാന്നൊക്കെ പറയാൻ മൈ ടീച്ചർ ഈസ് കൈൻഡ്. മൈ ടീച്ചർ ഈസ് ആണ് യൂസ് ചെയ്തത്, കാരണം സിംഗുലർ ആണ്, ഒരു ടീച്ചറേ ഉള്ളൂ. സോ മൈ ടീച്ചർ ഈസ്. ഓക്കെ, ആൻഡ് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. സുഹൃത്തുക്കൾ എന്നാണ്, കൂടുതൽ പേരുണ്ട്. സോ മൈ ഫ്രണ്ട്സ് ആർ സപ്പോർട്ടീവ്. പക്ഷെ കഴിഞ്ഞ വർഷം, ബട്ട് ലാസ്റ്റ് ഇയർ, ഞാൻ പേടിച്ചിരുന്നു. ഓക്കെ, കഴിഞ്ഞ കാര്യമാണ്. സോ ഐ വാസ് അഫ്രൈഡ്. ഓക്കെ, എന്തിനാ പേടിച്ച്? കാരണം എൻ്റെ ഇംഗ്ലീഷ് വീക്ക് ആയിരുന്നു. മൈ ഇംഗ്ലീഷ് വാസ് വീക്ക്. എൻ്റെ ഫ്രണ്ട്സും എന്നെ പോലെ ബിഗിനേഴ്സ് ആയിരുന്നു. ഓക്കെ, മൈ ഫ്രണ്ട്സ് വെയർ ബിഗിനേഴ്സ് ലൈക്ക് മീ. ഓക്കെ, എൻ്റെ പോലെ. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കുറച്ച് പേര്, ഒന്നിലധികം പേരുള്ളതുകൊണ്ടാണ് നമ്മൾ വെയർ യൂസ് ചെയ്തത്. ഓക്കെ, കിട്ടിയ ക്ലാസ്സുകളും ബുദ്ധിമുട്ടായിരുന്നു. ദ ക്ലാസ്സസ് വെയർ ഡിഫിക്കൽട്ട്. ഓക്കെ, ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ വാസ്, ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ വെയർ. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷ് ഈസിയാണ്. നൗ ഇംഗ്ലീഷ് ഈസ് ഈസി. ഞങ്ങൾ ദിവസവും ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ഇംപ്രൂവിങ് എവറി ഡേ. ഓക്കെ, വി ആർ, ഞങ്ങൾ എന്ന് പറയാൻ വി ആർ ഇംപ്രൂവിങ് എവറി ഡേ. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ചെറിയ ചെറിയ സെന്റൻസുകളാണ് എക്സാമ്പിൾ ആക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.